ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഈ വരുന്ന എക്സാം, അതായത് ജൂൺ 2026 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 5ാമത്തെ ക്വസ്റ്റ്യൻ വരെ 4 ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യനും 14 മാർക്ക് വെച്ചിട്ടാണ്. രണ്ടാമത്തത് എ പാർട്ട് ബി പാർട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും 4 ക്വസ്റ്റ്യന് 14 മാർക്ക് വെച്ചിട്ടാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇനി MCQ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ഉണ്ട് MCQയിലും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടാണ്, ഓഡിറ്റിംഗും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും മിക്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ലാസ്റ്റ് തവണ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്രാവശ്യം 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 കൂടുതലായിട്ട് എന്ത് വന്നിട്ടുണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്തായാലും വന്നിട്ടുണ്ട്. ലാസ്റ്റ് തവണ കുറച്ചും കൂടി കൂടുതലായിട്ട്, ലാസ്റ്റ് തവണ നോക്കുമ്പോൾ ഡിസംബർ 2025 ടോട്ടൽ 9 ക്വസ്റ്റ്യൻസ് ആണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് വന്നത്. ടോട്ടൽ 9 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 18 മാർക്കിന് എന്ത് വന്നിട്ടുണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, എന്തായാലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ചോദിക്കാറുള്ളത്, മൊഡ്യൂൾ 1 എന്നാണ്. ഒരു വലിയൊരു ഏരിയ ആണല്ലേ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങളുണ്ട് മൊഡ്യൂൾ 1-ൽ. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ഫോർഫീറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ റീഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, സെറ്റിക്വിറ്റി, ബോണസ് ഇഷ്യൂ, അതേപോലെ തന്നെ ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന്, പിന്നെ ബൈബാക്ക് ഉണ്ട്, പിന്നെ റിഡംഷൻ കാര്യങ്ങൾ, പ്രിഫറൻസ് ഷെയർ ആവട്ടെ, ഡിബഞ്ചർ ആവട്ടെ, റിഡംഷൻ കാര്യം, അണ്ടർ റൈറ്റിങ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, അവിടുന്ന് ഏത് ചോദിക്കും എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രീവിയസ് ഇയർ ട്രെൻഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 4-5 ഏരിയയിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് എന്ത് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വരുന്നത് മൊഡ്യൂൾ 1 എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട് ആവട്ടെ ബി പാർട്ട് ആവട്ടെ മൊഡ്യൂൾ 1 എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സാധാരണ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 14 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 2 എന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടും ബി പാർട്ടും രണ്ടും ചോദിക്കാറുള്ളത് മൊഡ്യൂൾ 4 എന്നാണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, ഈ 3 ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നും ബി പാർട്ട് കഴിഞ്ഞ തവണ ചോദിച്ചാൽ അതിൻ്റെ മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി പാർട്ട് 3ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചാൽ അതിൻ്റെ മുന്നേ ഉള്ള പ്രാവശ്യങ്ങളിലൊക്കെ ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അതിൻ്റെ ബേസിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബേസിൽ ഒന്ന് ഈ വരുന്ന ജൂൺ 2026 ഏതൊക്കെ ചോദിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് നോക്കുകയാണെങ്കിൽ ഡിസംബർ 2023 ചോദിച്ചത് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ പ്ലസ് റൈറ്റ് ഇഷ്യൂവിൻ്റെ ഒരു വേർഡ് വരുന്ന ജേണൽ എൻട്രി കാര്യങ്ങളാണ്. അതെന്ന് പറയുന്നത് നിങ്ങൾ റെഫറൻസിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ, ഏത് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് റെഫറൻസിന് വേണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങളെ സ്റ്റഡി മെറ്റീരിയലിലെ പുതിയ സ്റ്റഡി മെറ്റീരിയലിലെ ഇല്ലുസ്ട്രേഷൻ 23 നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ജൂൺ 2024 റൈറ്റ് ഇഷ്യൂ എന്നുള്ള ഭാഗത്ത് നിന്ന് റെഫറൻസ് ആയിട്ട് ഇല്ലുസ്ട്രേഷൻ 12 സെയിം മോഡൽ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ജൂൺ 2024 റൈറ്റ് ഇഷ്യൂൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഡിസംബർ 2024 ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ റിപ്പീറ്റ് ചെയ്തു, പിന്നെ റിപ്പീറ്റ് ചെയ്തു ജേണൽ എൻട്രി ഇല്ലുസ്ട്രേഷൻ 12 മോഡൽ ക്വസ്റ്റ്യൻ. പിന്നെ ജൂൺ 2025 ബൈബാക്കിൻ്റെ ജേണൽ എൻട്രി ഇല്ലുസ്ട്രേഷൻ നോക്കി നോക്കാം, റെഫറൻസ് ആയിട്ട് 37 നോക്കി നോക്കാം. അതേപോലെ തന്നെ ഡിസംബർ 2025 വീണ്ടും ബൈബാക്ക്, അത് നമ്മളെ 3 ടെസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്, റിസോഴ്സ് ടെസ്റ്റ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്, ആ 3 ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനില്ലേ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ വർഷം വരാൻ സാധ്യതയുള്ളത്, പ്രീവിയസ് ഇയർ ട്രെൻഡിൻ്റെ ബേസിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, വരാൻ സാധ്യതയുള്ളത് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂവിൻ്റെ ഒരു ജേണൽ എൻട്രി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ അതിനോട് കൂടെ എന്തും കൂടെ റൈറ്റ് ഇഷ്യൂവിൻ്റെ ഭാഗം കൂടെ കൂടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാനാണ് സാധ്യത കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അത് ഡിസംബർ 2023 റൈറ്റ് ഇഷ്യൂ ആണ്. പിന്നെ അൺറൈറ്റിംഗ് ചോദിച്ചു, പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ചോദിച്ചു, പിന്നെ റിഡംഷൻ ഓഫ് വീണ്ടും ഡിബഞ്ചർ ചോദിച്ചു, പിന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ചോദിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് റിഡംഷൻ ഓഫ് എല്ലാത്തിൻ്റെയും ഏത് ഇല്ലുസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടാണ്, റെഫറൻസ് ആയിട്ട് ഏത് ഇല്ലുസ്ട്രേഷനാണ് എന്നുള്ളത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 12, ഇല്ലുസ്ട്രേഷൻ 16, ഇതിൻ്റെ ഇല്ലുസ്ട്രേഷൻ എഴുതാൻ പറ്റുമായിട്ടാണ്. എന്തായാലും നോക്കാം, അത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ആ DRFയും മറ്റേ സിങ്കിങ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അല്ല, അതുമായിട്ട് റെഫർ ചെയ്താൽ മതി. അതിൻ്റെ ഒരു ഇയർത്ത് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്.
പിന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഇല്ലുസ്ട്രേഷൻ 44 റിഡംഷൻ റിഡീം ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്തായാലും എല്ലാം ചോദിച്ചിട്ടുള്ളത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു പാറ്റേൺ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് തവണ ചോദിച്ചിട്ടുള്ളതായ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ അണ്ടർറൈറ്റേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ രണ്ടെണ്ണമാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നതെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ ജേണൽ എൻട്രി അല്ലെങ്കിൽ അണ്ടർറൈറ്റേഴ്സിൻ്റെ ആ ടേബിളൊക്കെ വരച്ചിട്ടുള്ള ഒരു സാധനമല്ലേ, അതാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി എവിടെ നിന്നാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാണ്. 14 മാർക്കിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 14 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതെന്നാണ് ഇപ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുള്ള ഒറ്റ ക്വസ്റ്റ്യൻ 14 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് നോക്കുന്ന സമയത്ത് 2023 ഡിസംബറിൽ ഇലക്ട്രിസിറ്റിയാണ് ചോദിച്ചത്. പിന്നെ ബാങ്കിങ്ങും ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യവും ആ ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബാങ്കിങ് തന്നെയാണ്. ബാങ്കിങ്ങിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മറ്റേ റിബേറ്റിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ പ്രൊവിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്ന ഒരു ഭാഗമില്ലേ. ഇപ്പോൾ ലാസ്റ്റ് ഡിസംബറിൽ ചോദിച്ചത് സിമ്പിളായിട്ടുള്ള പ്രൊവിഷൻ്റെ പെർസെൻറ്റേജ് വരുന്നത് സ്റ്റാൻഡേർഡിൻ്റെതും അതായത് സബ് സ്റ്റാൻഡേർഡ്, പിന്നെ അതേപോലെ തന്നെ ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്, ആ ഭാഗത്ത് കുറേ പെർസെൻറ്റേജ് പഠിക്കുന്നുണ്ടല്ലോ പ്രൊവിഷൻ്റെ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നത്തെ പ്രാവശ്യം നമ്മുടെ DICGC അതോ ECGCയും വരുന്ന എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഒക്കെ ആ ഒരു പ്രൊവിഷൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കലുണ്ടല്ലോ. അൺസെക്യൂർഡ് ഇത്രയാണ്, അതേപോലെ സെക്യൂർഡ് ഇത്രയാണ്, അതിൽ DICGC ഇത്ര ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ബേസിൽ ബാക്കി അൺസെക്യൂർഡ് കാണണം. ഓക്കെ, ഐറ്റ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഒന്നെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബാങ്കിങ് റിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 3 ഇല്ലുസ്ട്രേഷൻ 4 കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ജേണൽ എൻട്രി എഴുതാനും 2 ലെഡ്ജർ അക്കൗണ്ട് പോലെ വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിയാൽ മതി ആ ഇല്ലുസ്ട്രേഷൻ. ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊവിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുള്ള നമ്മുടെ DICGC എക്സ്പോർട്ട് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ഈ രണ്ട് ഗ്യാരണ്ടി കോർപ്പറേഷനുകളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരയ്ക്കുന്ന ആ പ്രൊവിഷൻ കാണുന്ന ആ ഒരു ഇതിൽ ആ ഒരു സ്ഥലത്തൊന്നും ഞാൻ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ട് എന്ന് പറയുന്നത് ഡിസംബറിൽ ചോദിച്ച ലൈഫ് ഇൻഷുറൻസ് എന്നാണ്. പിന്നെ ജനറൽ ഇൻഷുറൻസ് ആയി, പിന്നെ ലൈഫ് ഇൻഷുറൻസ്, പിന്നെ ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസിൽ നിന്നും റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ജനറൽ ഇൻഷുറൻസിൻ്റെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ എന്ത് സാധ്യതയുണ്ട്? നമ്മുടെ വാല്യുവേഷൻ, ലൈഫ് ഇൻഷുറൻസിൻ്റെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിന്, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായിരിക്കും സാധ്യത. രണ്ടും സിമ്പിളായിട്ടുള്ള ഏരിയകൾ തന്നെയല്ലേ, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഏരിയകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് തവണ ചോദിച്ചത് ഇലക്ട്രിസിറ്റിയിൽ ROEൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ടുള്ള ROEൻ്റെ ആ ടേബിൾ വരച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുന്നേ ഇലക്ട്രിസിറ്റി ചോദിക്കുന്നത് ഇവിടെയാണ്. ഡിസംബർ 2023 അതിൻ്റെ തൊട്ട് മുന്നേ ഇലക്ട്രിസിറ്റി ചോദിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടായിട്ട് ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആ ഭാഗം. ഓക്കെ, എല്ലാം നമ്മൾക്ക് എടുത്ത് എഴുതാൻ പറ്റും. നമ്മൾ പ്രീവിയസ് റിവിഷൻ ക്ലാസ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു എന്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചതെന്ന്. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് എന്ന് പറയുന്നത് സാധ്യതയുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യം EPS ഒരു തവണ ചോദിച്ചു, ബാക്കി എല്ലാ പ്രാവശ്യം ചോദിച്ചത് ഏതാണ്? EPS എന്നാണ്, ഏർണിംഗ് പെർ ഷെയറിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അത് പലതരം ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അതായത് ഡിസംബർ 2025-ലും ജൂൺ 2025-ലും ഈ ക്വസ്റ്റ്യൻ ജൂൺ 2025-ലും ഡിസംബർ 2023-ലും നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ 41 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഡിസംബർ 2025-ലും ജൂൺ 2024-ലും ചോദിച്ചിട്ടുള്ളത് ഇല്ലുസ്ട്രേഷൻ 45 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2 തരം ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇപ്രാവശ്യവും EPS തന്നെ ചോദിക്കാനാണ് സാധ്യത. കൂടുതൽ. അതായത് EPS എന്നും ആ ഇല്ലുസ്ട്രേഷൻ 41 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ
ചോദിക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ് എന്നും ചോദിക്കാം, എംപ്ലോയി ബെനിഫിറ്റിനും സാധ്യത കാണുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് ലാസ്റ്റ് തവണ ഡിസംബർ 2025 ഒഴിച്ച് ബാക്കി മുന്നേയുള്ള എല്ലാ പ്രാവശ്യവും ചോദിച്ചത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഒരു പ്രാവശ്യം ഇൻഡയറക്റ്റ് മെത്തേഡ് ആയിരിക്കാം, ഡയറക്റ്റ് മെത്തേഡ്, അങ്ങനെ ഇൻഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, അങ്ങനെ മാറിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2023 ഇൻഡയറക്റ്റ് മെത്തേഡ്, ജൂൺ 2024 ഡയറക്റ്റ് മെത്തേഡ്, ഡിസംബർ 2024 ഇൻഡയറക്റ്റ് മെത്തേഡ്, ജൂൺ 2025 ഡയറക്റ്റ് മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 2025 ഇൻഡയറക്റ്റ് മെത്തേഡിന് അതിന് ക്വസ്റ്റ്യൻ വരേണ്ടത്. പക്ഷേ എന്തെന്നാണ് ക്വസ്റ്റ്യൻ വന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്നും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേഷൻ 12 സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, 2 സൊല്യൂഷനൊക്കെ വെച്ചിട്ടുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷനൊക്കെ സജസ്റ്റഡ് ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, എന്തായാലും ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, അതായത് പ്രീവിയസ് ഇയർ ട്രെൻഡ് തന്നെ, അതായത് തൊട്ട് മുന്നേയുള്ള ഡിസംബർ 2025 മുന്നേ എന്താണോ ട്രെൻഡ് അത് തന്നെ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ചോദിക്കാനാണ് സാധ്യത. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻഡയറക്റ്റ് ഒന്നും ചോദിക്കാനാണ് സാധ്യത കാണുന്നത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ ഒറ്റ തവണ വെച്ച് ബാക്കി എല്ലാ പ്രാവശ്യവും ഡയറക്റ്റ് ആവട്ടെ ഇൻഡയറക്റ്റ് ആവട്ടെ എന്ത് പ്രിപ്പയർ ചെയ്യാനേ വന്നിട്ടുള്ളൂ? നമ്മുടെ ഓപ്പറേറ്റിങ്ങിൻ്റെ ആ ഭാഗം മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി, ഇൻവെസ്റ്റിങ്ങും ഫിനാൻസിങ്ങും ചോദിച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡിന് ക്വസ്റ്റ്യൻ വരാനാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അവിടുന്ന് ക്വസ്റ്റ്യൻ വരാനാണ് സാധ്യത കാണുന്നത്. ഓക്കെ, അപ്പം ജൂൺ 2026 4 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ട് ഒന്നെങ്കിൽ ഫോർഫീച്ചർ റേഷ്യോ പ്ലസ് റൈറ്റ് ഇഷ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർഫീച്ചർ റേഷ്യോ അല്ലെങ്കിൽ ഫോർഫീച്ചർ റേഷ്യോ പ്ലസ് റൈറ്റ് ഇഷ്യൂവിൻ്റെ ആ ജേണൽ എൻട്രി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ടായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഡിസംബർ 2025 അതേ സെയിം പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ അൺറൈറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനും. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ട് എന്ന് പറയുന്നത് ബാങ്കിങ്ങിൽ റിബേറ്റിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ ആ പ്രൊവിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ഗ്യാരണ്ടി കോർപ്പറേഷനുകളുള്ള ആ പ്രൊവിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതൊന്നാകാം. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ട് എന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് എന്നും ക്വസ്റ്റ്യൻ, ജനറൽ ഇൻഷുറൻസിൽ നിന്നും റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് 90% എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇനി അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസും വാല്യുവേഷൻ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് ഇ പി എസ് തന്നെ, ഇ പി എസ് തന്നെയാണ് 90% ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ് ഒന്ന് നോക്കിയേക്കാം. ഏത് കുറേ ആറോളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതിൽ ഇ പി എസ് എന്നാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ്. ഒരൊറ്റ എക്സാമിന് വെച്ച് ബാക്കി എല്ലാ പ്രാവശ്യവും ഇ പി എസ് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇ പി എസ്സിൽ ഇല്ലുസ്ട്രേഷൻ 41 ബേസ് ചെയ്തിട്ടുള്ള, അതായത് ബേസിക് ആൻഡ് ഡയലൂട്ടഡ് ഇ പി എസ് ഇല്ലുസ്ട്രേഷൻ 41 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ടിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഡയറക്റ്റ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് 90% ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഫ്ലോ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി എം സി ക്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 6 മുതൽ 7, 6, 7, 8 ഒക്കെ എവിടുന്നാണ്? ഓഡിറ്റിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ എം സി ക്യൂ നോക്കുകയാണെങ്കിൽ എന്തായാലും 5 ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുണ്ടാകും. 5ൽ കൂടുക എന്നല്ലാതെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് എന്തായാലും എന്ത് പ്രതീക്ഷിച്ചോളാം? കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും പ്രതീക്ഷിച്ചോളാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് എം സി ക്യൂ ബാങ്കിൽ 85% ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് വന്നത്? എം സി ക്യൂ ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ് പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ 7 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച സ്ഥലത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. ചില പ്രീവിയസ് ഇയർ നോക്കുന്ന സമയത്ത് ആ ഇയറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വന്നത് എവിടുന്നാണ്? എം സി ക്യൂ ബാങ്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എം സി ക്യൂ ബാങ്കിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ വരുന്ന ജൂൺ 2026 വരാൻ സാധ്യതയുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിൽ നിന്നും വരാൻ സാധ്യതയുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. ചിലപ്പോൾ മാറിയാം. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ രൂപത്തിൽ ചോദിക്കുമെന്നാണ്.